Gospel according to Matthew, chapter 26, verses 36 onwards. എഴുന്നേൽപ്പീൻ, നാം പോകാം. How to face agonies and crisis. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടേണ്ടത്? യേശുക്രിസ്തുവിന്റെ ഗത്സമനയിലെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രണ്ടുപേരുമായി കുന്നിൻ മുകളിലേക്ക് കയറിപ്പോയ മോശയെക്കുറിച്ച് ധ്യാനിച്ചു. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് പ്രയറാണ്. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ഒരാൾ പറഞ്ഞ ഒരു ഫ്രേസ് എപ്പോഴും ഓർമ്മയുണ്ട്: മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ, നോ പ്രയർ നോ പവർ. എത്രയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ അത്രയും നിങ്ങളിൽ ദൈവശക്തി ഇറങ്ങുകയാണ്. എത്രയും നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ അത്രയും ദൈവപ്രവൃത്തി നമ്മൾ കാണുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒരു പ്രേയിങ് ചർച്ച് എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ടിരിക്കും. ഒരു പ്രാർത്ഥിക്കുന്ന സഭയെ പാതാള ഗോപുരങ്ങൾ ഭയപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ പിശാച് ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രാർത്ഥിക്കുന്ന ജനത എഴുന്നേൽക്കണം. ആ പ്രാർത്ഥിക്കുന്ന ജനതയിലൂടെ മാത്രമേ ദൈവത്തിന് വൻ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ബാലിന് മുട്ടുമടങ്ങാത്ത പ്രവാചകന്മാർ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ആഹാബിന്റെ സിംഹാസനത്തെ വിറപ്പിച്ചത് ഒരുവനാണ്. ആഹാബ് ഭയപ്പെട്ടത് ഒരുവനെ മാത്രമാണ്. ബാലിന് മുട്ടുമടക്കാത്ത 50 പ്രവാചകന്മാർ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുമ്പോഴും ആഹാബ് ഭയപ്പെട്ടത് ഏലിയാവിനെ മാത്രമാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഏലിയാവ് പ്രാർത്ഥിക്കുന്നവനാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ എവിടെയുണ്ടോ അവിടെ പൈശാചിക കോട്ടകൾ അവനെ ഭയപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവനെതിരെ പോരാട്ടങ്ങൾ ഉണ്ടാകും, അവനെതിരെ അറ്റാക്കുകൾ ഉണ്ടാകും. യേശുക്രിസ്തുവാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല മാതൃക. പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് കേവലം ഭൗതിക ആവശ്യങ്ങൾ മാത്രം ചെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു സ്ഥലമാണ് പ്രാർത്ഥനാ മുറി. ജസ്റ്റ് ആസ്കിങ് അവർ മെറ്റീരിയൽ നീഡ്സ്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഭൗതിക ആവശ്യവും ഇല്ലാതിരുന്ന ഒരാൾ യേശുക്രിസ്തു മാത്രം. വീട് വേണ്ടായിരുന്നു, കാറ് വേണ്ടായിരുന്നു, ജോലി വേണ്ടായിരുന്നു, ഹയർ സ്റ്റഡീസ്, ഇതൊന്നും കർത്താവിനെ സംബന്ധിച്ച് വേണ്ടായിരുന്നു. പക്ഷേ ഹി പ്രേയ്ഡ് ഓൾ നൈറ്റ്. മുഴുരാത്രികൾ പ്രാർത്ഥിക്കുക. എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? കേവലം ഭൗതിക ആവശ്യങ്ങൾ മാത്രമാണ് പ്രാർത്ഥനയെങ്കിൽ യേശുക്രിസ്തു എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? ഒരു ഭൗതിക ആവശ്യവും കർത്താവിന് വേണ്ടായിരുന്നു. കർത്താവ് ഏതു കാര്യത്തിനും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്ന. ലാസറിന്റെ കല്ലറയ്ക്കിൽ നിന്നായാലും അപ്പം കരങ്ങളിലെടുത്തും എല്ലാം കർത്താവ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല മാതൃകയും ഒരു പാറ്റേൺ ഓഫ് പ്രയർ നമ്മളെ പഠിപ്പിച്ച ആളും കർത്താവ് യേശുക്രിസ്തുവാണ്. പക്ഷേ ഇവിടെ കർത്താവ് ഗത്സമനയിലെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് താൻ നാളെ പ്രഭാതത്തിൽ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധിയെ എങ്ങനെ നേരിടും. നാളെ ഒരു മേജർ സർജറിയാണ് നമുക്കെങ്കിൽ തലേന്ന് രാത്രിയിൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നാളെ ഒരു മേജർ സർജറി ഡോക്ടർ പറഞ്ഞിരിക്കുക. തലേന്ന് രാത്രിയിൽ നമ്മുടെ ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുന്നത്. He knew what's going to happen next morning. Who is going to come to betray? Who is going to deny? തള്ളിപ്പറയാൻ പോകുന്നത് ആരാണെന്നും ഒറ്റ കൊടുക്കാൻ പോകുന്നത് ആരാണെന്നും വ്യക്തമായി അറിഞ്ഞ കർത്താവ് നാളെ പ്രഭാതത്തിൽ എന്ത് നേരിടാൻ പോകുന്നുവെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ കർത്താവ് അതിനെ നേരിടാൻ ഒന്നാമത് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: പിന്നെ അവർ സ്തോത്രം പാടിക്കൊണ്ട്, they sang a hymn, സ്തോത്രം പാടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോയി. പ്രതിസന്ധികളെ നേരിടാൻ
നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ വെപ്പൺ പ്രൈസിങ് ഗോഡ്. പിശാചിനത് നന്നായി അറിയാം. ദൈവജനം അതരം തുറന്ന് സ്തുതിച്ചാൽ അവിടെ വിടുതലുകൾ ഉണ്ടെന്ന്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാ പലപ്പോഴും നമ്മളെ അതരം പൂട്ടിയിരുത്തുന്നത്. ഈ ബന്ധനങ്ങൾ അഴിഞ്ഞെങ്കിലേ ദൈവസഭകളിൽ വിടുതലുണ്ടാകത്തുള്ളൂ. എത്ര പാട്ടുകൾ പാടിയാലും അതരം തുറക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ we are here to praise. We are here to open our mouth and we are here to praise we are here to lift the glory of God. നമ്മുടെ അതരങ്ങളിലൂടെ ആ മഹത്വത്തിന്റെ രാജാവിനെ സ്തുതിക്കുവാനാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. നാം സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ മലകൾ പോലെ ഉയർന്നു നിൽക്കുന്നതെല്ലാം ഉരുകാൻ തുടങ്ങും. അർദ്ധരാത്രിയിൽ പൗലോസിനെയും ശീലാസിനെയും they were chained by the Roman soldiers, chained their hands and feet. അവരുടെ കാലുകളും അവരുടെ കൈകളും ചങ്ങലകളിട്ടു. ചലിക്കാൻ പറ്റത്തില്ല. പക്ഷേ റോമൻ ഗവൺമെന്റിന് ബന്ധിക്കാൻ പറ്റാതിരുന്നത് അവരുടെ അതരങ്ങളാ. അവരെന്ത് ചെയ്തറിയാമോ? കൈകൾ ബന്ധിച്ചപ്പോഴും കാലുകൾ ബന്ധിച്ചപ്പോഴും ബന്ധിക്കാത്ത അതരങ്ങൾ തുറക്കാൻ തുടങ്ങി. അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആ സ്തുതി എങ്ങോട്ട് മാറിയെന്നറിയാമോ? അവിടുത്തെ ചങ്ങലകൾ അഴിയാൻ തുടങ്ങി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ തുടങ്ങി. വലിയ ദൈവ പ്രവൃത്തി ഉണ്ടാകാൻ തുടങ്ങി. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ജനം, ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. So he faced, നേരിടാൻ ഉപയോഗിച്ച ഒന്നാമത്തെ വെപ്പൺ സ്തോത്രം പാടിക്കൊണ്ട്. യേശു പാട്ട് പാടിയ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഒരു സ്ഥലത്തെ പറയുന്നുള്ളൂ. അവർ ശിഷ്യന്മാരുമായിട്ട് പാട്ടുപാടി. പാട്ടിന് വലിയ ശക്തിയുണ്ട്. പാട്ട് ചുമ്മാ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. പാട്ട് പാടുമ്പോൾ അതിൻ്റെ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചാൽ അവിടെ വലിയ ദൈവപ്രവൃത്തി നടക്കും. രണ്ടാമതായി കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് പ്രെയർ ഓഫ് കമ്മിറ്റ്മെന്റ്. രണ്ടാമത് കർത്താവ് അതിനെ നേരിടാൻ പ്രാർത്ഥനയാണ് ഉപയോഗിച്ചത്. ഗത്സമനയിലേക്ക് പോയിട്ട് തൻ്റെ 8 ശിഷ്യന്മാരെ അവിടെ ഇരുത്തിയിട്ട് 3 ശിഷ്യന്മാരുമായിട്ട്, നമുക്കറിയാം പീറ്റർ, ജോൺ ആൻഡ് ജെയിംസ്. ഹി ടുക്ക് 3 ഡിസൈബിൾസ്. ഇന്നർ സർക്കിളിലുള്ള 3 പേരുമായിട്ട് തോട്ടത്തിൻ്റെ അകത്തേക്ക് പോയിട്ട് 3 ശിഷ്യന്മാരോടും കർത്താവ് പറയുന്നൊരു പദമുണ്ട്. ചോദിക്കുക, എന്തിനായി ശിഷ്യന്മാരെ കർത്താവ് കൊണ്ടുപോയ? ഒറ്റയ്ക്ക് പോയാൽ പോരായിരുന്നു. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ചിലരുടെ പ്രസൻസ് നമുക്കൊരാശ്വാസം തരും. നമ്മൾ വളരെ മുറിവേറ്റിരിക്കുമ്പോൾ ചിലർ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ മതി, നമുക്കൊരു ധൈര്യമാണ്. ചിലരുടെ സാന്നിധ്യത്തിന് ഭയങ്കര വിലയാണ്. പ്രത്യേകിച്ച് അഭിഷേകമുള്ളവരുടെ സാന്നിധ്യം, പ്രസൻസ് ഈസ് പവർഫുൾ. ബിക്കോസ് അനോയിന്റിങ് ഈസ് പവർഫുൾ ആണെങ്കിൽ സാന്നിധ്യമുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ മതി, അതിനകത്തൊരു ധൈര്യമുണ്ട്. യേശുക്രിസ്തു 3 ശിഷ്യന്മാരുമായി പോയത് തൻ്റെ വേദന പങ്കിടാനും തൻ്റെ വേദനയിൽ ചിലരുടെ സാന്നിധ്യം തനിക്ക് ധൈര്യം കൊടുക്കുന്നതുമാണ്. ഈ ഹീലിംഗ് പ്രോസസ് എന്നൊക്കെ പറയുന്നത് മെഡിക്കേഷൻ്റെ മാത്രം പവർ മാത്രമല്ല. ചില ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വന്നുള്ള ആ സാന്നിധ്യവും ആ ഇടപെടലും നമുക്ക് പകുതി ഹീലിംഗ് തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ചിലരുടെ സാന്നിധ്യം നമ്മുടെ ഹീലിംഗ്. ഇന്നലെ ജക്കോബിയെ കാണാൻ ഞങ്ങൾ കടന്നുപോയി. അപ്പം ഹീസ് ഓൾമോസ്റ്റ് 99% ഹീലിംഗ് പ്രോസസ്സിലാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ആ മെഡിക്കേഷൻ്റെ മാത്രം പവർ അല്ല, അതിൻ്റെ പിന്നിൽ പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഒരു മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. തൻ്റെ ജോലിയൊക്കെ വിട്ടിട്ട് long days she is spending time with her child. ആ അമ്മയുടെ സാന്നിധ്യം ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുക.
ചിലരുടെ സാന്നിധ്യം നമ്മൾ കിടക്കയിൽ കിടക്കുമ്പോൾ എത്ര തളർന്നു കിടന്നാലും ചിലർ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം ഉണ്ടാകുന്നുണ്ട്. കഴിവതും പ്രയാസത്തിലിരിക്കുന്നവരെ ഒരു ഫോൺ കോൾ കൊണ്ട് നമ്മൾ അവിടെ തൃപ്തിപ്പെടാതെ, ഇഫ് വി ക്യാൻ റീച്ച് ദെയർ, നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ, അവരോടൊപ്പം അല്പസമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതവർക്കൊരു വിടുതലിന് കാരണമായി തീരും. ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, I was ministering as a chaplain, ministering the bedside of the patient. Thousands of patients in the bedside പോയി അവർക്ക് ഇമോഷണൽ സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കാൻ കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മുടെ സാന്നിധ്യം ചിലർക്ക് വലിയ വിടുതലുകളെ പകരുകയാണ്. 3 ശിഷ്യന്മാരെ കർത്താവ് തെരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാൻ കൂടെ കൊണ്ടുപോവുകയാണ്. അവരെ കൂടെ കൊണ്ടുപോകുന്നതിന്റെ പർപ്പസാണ് ഞാൻ പറഞ്ഞത്. വൈ ജീസസ് took 3 of his disciples? Because of their presence, that will always give encouragement. ധൈര്യം പകരുന്നതാണ്. പക്ഷേ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലെ പ്രധാന സബ്ജക്റ്റ് എന്തുവായിരുന്നു അറിയാമോ? ഈ ഓൾ നൈറ്റ് പ്രാർത്ഥിക്കുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഗത്സമനകൾ കടന്നു വരും. ശരിക്കും ഗത്സമനയുടെ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ, അധികം വാക്കുകൾ പ്രാർത്ഥിക്കാൻ കിട്ടത്തില്ല. റണ്ണിങ് ഔട്ട് ഓഫ് വേർഡ്സ്. we will struggles, lacking words. പ്രാർത്ഥിക്കാനിരിക്കുക, പക്ഷെ വാക്കുകളില്ല. വാക്കുകൾക്ക് ഭയങ്കര ക്ഷാമം. ഇങ്ങനെ ഒരു അനുഭവമാ ശരിക്കും ഗത്സമന. ഇങ്ങനെയുള്ള ഒരു സ്ട്രഗിൾസിലൂടെ ജീസസ് കടന്നു പോകുന്നത്. യേശു തന്നെ പറയുക, എൻ്റെ ഉള്ളം വ്യാകുലപ്പെടുകയാ, വേദനപ്പെടുകയാ. സ്ട്രഗ്ലിംഗ് ഇമോഷണലി, നോട്ട് ഓൺലി ഫിസിക്കലി. ശാരീരികമായിട്ട് മാത്രമല്ല, ഇമോഷണലായിട്ടും കർത്താവ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിലും വാക്കുകളില്ല, പക്ഷെ കരച്ചിലും മാത്രം. അതുകൊണ്ട് പൗലോസ് ഈ പ്രാർത്ഥന എബ്രായ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചനയും കഴിച്ചു. പ്രാർത്ഥനയിൽ വെറും വാക്കുകൾ മാത്രമല്ല, പിന്നെയോ ഉറച്ച നിലവിളിയുണ്ട്, കണ്ണുനീരുണ്ട്, അപേക്ഷയുണ്ട്, അഭയയാചനയുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാ റിയൽ പ്രയർ എന്ന് പറയുന്നത്. സോ വാട്ട് വാസ് ദ റിയൽ സബ്ജക്റ്റ്? യേശുക്രിസ്തു ആ രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ആ വാക്കുകൾ ഇങ്ങനെയാ പറയുന്നത്: ഫാദർ, if it be possible, let this cup pass from me. Nevertheless, not my will, but your will. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം. ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞ പാനപാത്രം, കപ്പ്, വാട്ട് വാസ് ദാറ്റ് കപ്പ്? He knew that. Several times he predicted. കർത്താവ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് മരിക്കാനാ, ഈ മന്ദിരം പൊളിപ്പീൻ, 3-ാം നാൾ ഉയർക്കും. There was no fear of death in that prayer. ആ പ്രാർത്ഥനയിൽ മരണത്തെ കുറിച്ചുള്ള ഒരു ഭീതിയില്ല, മരണത്തെ കുറിച്ചുള്ള ഒരു ഭയം ആ പ്രാർത്ഥനയ്ക്കകത്തില്ല. എങ്കിലും പ്രാർത്ഥിക്കുക, ഒറ്റ വാക്ക് ആവർത്തിച്ച് മുഴുവൻ രാത്രിയിലും പ്രാർത്ഥിക്കുക: ഫാദർ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, കഴിയുമെങ്കിൽ റിമൂവ്. ദെൻ പെട്ടെന്ന് പറയുകയാണ്, നോട്ട് മൈ വിൽ, ലെറ്റ് യുവർ വിൽ ബി ഡൺ. എന്തും പ്രാർത്ഥിക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷെ ആമേൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കണം: കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും എൻ്റെ ഹിതം നടക്കണ്ട, നിന്റെ ഹിതം നടന്നാ മതി. അതിനകത്തൊരു സംതൃപ്തിയുണ്ട്. എൻ്റെ ഹിതമല്ല ജീവിതത്തിൽ നടക്കേണ്ടത്. So the all night Jesus was not wrestling against the will of God, not resisting against the will of God, but really he was yielding himself to the will of God. പ്രാർത്ഥന എന്ന് പറയുന്നത്
ദൈവഹിതത്തിനെതിരായിട്ടുള്ള ഒരു മൽപ്പിടുത്തമല്ല, ദൈവഹിതത്തിന് എതിരായിട്ടുള്ള ഒരു മറുതലിപ്പല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിധേയപ്പെട്ടു കൊടുക്കുന്നതാ പ്രാർത്ഥന. ദൈവഹിതം മാറ്റാനല്ല പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നത്, ദൈവഹിതം തിരിച്ചറിയാനാ, തിരിച്ചറിഞ്ഞിട്ട് വിധേയപ്പെടാനാ. പ്രൈസ് ഗോഡ്. ഇവിടെ കർത്താവ് പറയുക, the cup which my father was prepared for me. എൻ്റെ പിതാവ് എനിക്ക് ഒരുക്കിയിരിക്കുന്ന കപ്പ്. ചില സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ, ചില പ്രായത്തിൽ നമ്മൾ എത്തുമ്പോൾ, നമ്മൾ ചിലതിലൂടെ കടന്നു പോകണമെന്നുള്ളത് പിതാവിൻ്റെ ഹിതമാണ്. അത് നമ്മളൊന്നും ചെയ്താലും ചെയ്തില്ലേലും ഒരു സ്പെസിഫിക് ടൈം വരുമ്പോൾ, ഒരു സ്പെസിഫിക് പ്ലേസിൽ വരുമ്പോൾ നമ്മൾ ചിലതിലൂടെ കടന്നു പോകണം. ആരെ കൊണ്ടൊക്കെ പ്രാർത്ഥിച്ചാലും അത് മാറത്തില്ല, അത് മാറ്റാൻ പറ്റുന്നതല്ല. That cup which is really prepared by our Father, we need to drink that. ഇവിടെ മാറാനല്ല പ്രാർത്ഥിക്കുന്നത്. ഇനി ഞാൻ മാറാൻ പ്രാർത്ഥിച്ചാലും കർത്താവ് പ്രാർത്ഥന കേട്ടിട്ട് മാറ്റുകയല്ല, rather he will give strength to go through. That was the answer from God. ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി. എന്താ കിട്ടിയെന്നറിയാമോ? സർജറി മാറിക്കിട്ടിയതല്ല, ആ രോഗം മാറിക്കിട്ടിയതല്ല, അതിനകത്തൂടെ പോകാൻ ഒരു ബലം ഉയരത്തിൽ നിന്ന് തന്നു. That was the real answer we received from our Almighty God. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണോ? Yes brother, he is the God of answering our prayer. Praise God. ദൈവം മറുപടി തരാതിരുന്നതല്ല. പൗലോസ് എന്ന മനുഷ്യൻ എത്ര ഭയങ്കര വെളിപ്പാടുള്ള മനുഷ്യനാ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്ന അനുഭവം അല്ലേ? But he prayed 3 times to remove. The answer was not removal, but rather imparting. മാറ്റുകയല്ല പൗലോസേ, പകരുകയാ. What I am going to impart, my grace and my strength. എൻ്റെ ശക്തിയും എൻ്റെ കൃപയും ഞാൻ നിന്നിലേക്ക് പകരുകയാ. ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ആരാധനയിൽ ഇവിടെ ഇരുന്നോ, ഏതെങ്കിലും സ്ഥലത്തിരുന്നു കൊണ്ടോ ദൈവത്തോട്, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചിട്ടെന്താ ഇത് മാറിപ്പോകാഞ്ഞത്, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചിട്ടെന്താ പിന്നെയും ഇതെന്റെ വീട്ടിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഒരു കാര്യമുണ്ട്, പലതും മാറാൻ മാത്രമല്ല ദൈവത്തിന്റെ ഹിതം ചിലതിനകത്തൂടെ പോകണമെന്നും ദൈവത്തിന്റെ ഹിതമുണ്ട്. അതിനകത്തൂടെ God wanted to teach something, a new lesson. ദൈവത്തിന് ചില പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാ ഭക്തൻ പറഞ്ഞത്, whatever situations comes in our life, don't ask the question, Lord, why? Rather you have to ask, Lord, what I am going to learn from this place, what you are going to teach me, what I am going to learn. കർത്താവേ, ഇതിനകത്തുനിന്ന് എന്തോ ചിലത് നീ എന്നെ പഠിപ്പിക്കാനുണ്ടല്ലോ. കർത്താവേ, ഇതിനകത്തുനിന്ന് നീ എന്തോ ചിലതെന്നെ പഠിപ്പിക്കാനുണ്ട്. അത് തിരിച്ചറിയാനാ നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ, പലപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ കയറുന്നത് ചിലതൊക്കെ നേടിയെടുത്തുകൊണ്ട് പോകാനുള്ള ആ ചിന്തകൾ നമ്മൾ മാറണം. എല്ലാം നേടുന്ന മുറി അല്ല പ്രാർത്ഥനാ മുറി. പിന്നെയോ we are really yielding ourselves to the will of God. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞിട്ട് അതിന് സമർപ്പിച്ചു കൊടുക്കുന്നതാണ് റിയൽ പ്രയർ റൂം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഓൾ നൈറ്റ് പ്രാർത്ഥിച്ചിട്ടും പക്ഷേ ഇവിടെ ഓരോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും താൻ എഴുന്നേറ്റ് വരുന്നൊരു സമയമുണ്ട്. എഴുന്നേറ്റ് വരുമ്പോൾ കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ 3 പേരെ നിങ്ങൾ കാണുന്നുണ്ടോ? പണ്ടൊരിക്കൽ ഇവരെ പ്രാർത്ഥിക്കാൻ ഓൾ നൈറ്റ് പ്രയറിന് കൊണ്ടുപോയി അവന്മാർ 3 ഉറങ്ങിയവരാ. ഞാനന്ന് ഉറങ്ങുന്നവരെ പിന്നീട് യോഗത്തിന് വിളിക്കത്തില്ല.
പണ്ട് മറുരൂപാമലയിൽ യവന്മാരെ 3 പേരെയും പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോൾ ഇതുപോലെ ഉറങ്ങിയതാ. പക്ഷെ ഇപ്പോഴും ഈ പാർട്ടികളെ തന്നെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. ഓരോ പ്രാവശ്യം വന്നപ്പോഴും അവർ നന്നായി ഉറങ്ങുക. കർത്താവ് വേദനയോടെ നിലവിളിക്കുമ്പോൾ 3 പേർ ഉറങ്ങുക. ആരാ ഉറങ്ങിയവരെന്നറിയാമോ? കുറച്ച് മുമ്പേ പറഞ്ഞ പദങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. നിന്റെ കൂടെ മരിക്കണമെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? അവരാ ഉറങ്ങുന്നേ. മനുഷ്യന്റെ വാക്കുകളിൽ വിശ്വസിക്കരുത് കേട്ടോ. അതിനകത്തൊരാത്മാർത്ഥതയും പലപ്പോഴും ഇല്ലാത്തതാ. മനുഷ്യന്റെ ആത്മാർത്ഥതയില്ലാത്ത വാക്കുകളിലും വാക്തത്വങ്ങളിലും വിശ്വസിച്ച് നിങ്ങളുടെ ആത്മീയ ജീവിതം തകർത്ത് കളയരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ. കൂടെ മരിക്കാം. ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞ പത്രോസും കൂടെ മരിക്കാമെന്ന് പറഞ്ഞവരും 1 നാഴിക കൂടെ ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അല്ലേ? ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കണം ദൈവമക്കളെ. നമ്മൾ പലപ്പോഴും ആരെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് വിചാരിച്ച് നമ്മൾ വളരെ ലേസി ആയിട്ട് ജീവിക്കും. അങ്ങനെയുള്ളവരുണ്ട്. ആൻറ്റി ജോലിക്ക് വെക്കോ, $100 തന്നാൽ മതി, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ക്യാമറയും കൂടെ വെച്ചു പോകണം. പ്രാർത്ഥിക്കുമായിരിക്കാം. വി നീഡ് പ്രെയർ സപ്പോർട്ടേഴ്സ്. പ്രാർത്ഥിക്കുന്നവരുടെ സപ്പോർട്ട് നമുക്ക് വേണമെങ്കിലും വിടുതൽ നമ്മുടെ പ്രാർത്ഥനയിലാണ്. അന്ന് രാത്രി യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിയില്ല, ഞാൻ ഭയങ്കര മാനസിക പ്രയാസത്തിലാണ്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും ഉള്ളൊരു മൂഡില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേരെന്ന് പറഞ്ഞിട്ട് കർത്താവ് ഉറങ്ങിയിരുന്നെങ്കിലോ? ഇത് നമ്മളൊരു ഗുണപാഠമായിട്ട് എടുക്കണം. നിങ്ങൾ ആരെയൊക്കെ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചാലും, മാതാവേ, പിതാവേ, എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നോണം, എൻ്റെ വിഷയത്തിന് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു തേങ്ങൽ ഉയരുന്നത് പോലെ ലോകത്താർക്കും ഉയർത്താൻ പറ്റത്തില്ല. നിങ്ങളുടെ വിഷയത്തിന് ഈ മുന്നറിയിപ്പ് ഏറ്റെടുത്തോണം. നിങ്ങളുടെ വിഷയത്തിന് നിങ്ങൾ തന്നെ മുട്ടുകുത്തിയേ പറ്റത്തുള്ളൂ. ആരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായാലും they all are the blessing. അവർ അനുഗ്രഹം തന്നെയാ. They are the prayer supporters, but you are the person. You are the right person. You can only share that subject with a painful heart. ഒരു വേദനയുള്ള ഹൃദയത്തിൽ നിന്ന് അത് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. യേശു അന്ന് രാത്രിയിൽ ഇവരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ, എൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രിയിലൊക്കെ അവിശ്വസ്തതകൾ പ്രാർത്ഥനയിൽ ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കണേ, ഇന്ന് രാത്രി പാസ്റ്റർ പിടിച്ചു വെച്ചൊന്ന് പ്രാർത്ഥിക്കണേ. അവരുടെ ആ ആത്മാർത്ഥതയിൽ, സിൻസിയർ ഹാർട്ടിൽ നിന്ന് പറയുന്നതാണ്. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാനത് മറന്നുറങ്ങിപ്പോയിട്ടുണ്ട്. അന്ന് രാത്രി അവരെ ഓർക്കാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ രാവിലെ അവരുടെ ഫോൺ കോൾ വരികയാണ്, പാസ്റ്ററെ ഇന്നലെ പാസ്റ്ററോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ ആ വിഷയത്തിന് മറുപടി കിട്ടി കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചില്ല, എന്നിട്ടും മറുപടി കിട്ടി. അതിൻ്റെ കാരണം എന്നോട് വിളിച്ച് പറഞ്ഞത് ദൈവം കേട്ടു. ഞാൻ അവിശ്വസ്തനായാലും വിശ്വസ്തനായൊരു ദൈവ സ്വർഗത്തിലുണ്ട്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടടുത്ത് ഞാനും നിങ്ങളും തന്നെ പ്രാർത്ഥിക്കണം. മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അലസരാകരുത്. അത് തന്നെയാണ് ബ്രദർ ബിജോയും പറഞ്ഞത്. അലസത നമ്മുടെ ജീവിതത്തിൽ പിശാചു കൊണ്ടുവന്ന്, ആരൊക്കെയോ മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട്, ഡാഡി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരുടെയും കെയർ ഓഫിൽ പോകരുത്. യു ഹാവ് ടു നീൽ ഡൗൺ ഫോർ യുവർ സബ്ജക്റ്റ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ, 3 പ്രാവശ്യവും കർത്താവ് എന്ന് പറയുക, 1 നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലയോ? നിങ്ങൾക്ക് കഴിയത്തില്ലയോ? 3-ാം പ്രാവശ്യം വന്നിട്ട് കർത്താവ് പറയുക, 3rd ടൈം കർത്താവ് വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഉറങ്ങിക്കോ.
there is a time for prayer. ചിലത് വന്ന് അകത്ത് കയറിയിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ചില അനർത്ഥങ്ങൾ, ഇവിടെ ഒരു ട്രൂത്ത് ഞാൻ പറയാം. എന്തുകൊണ്ടാ ജീസസിന് ഉറങ്ങാൻ പറ്റാതെ എവർ ഉറങ്ങിപ്പോയത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ടുമാറോ മോർണിംഗ്, നാളെ പ്രഭാതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്നുള്ള റെവലേഷൻ കർത്താവിനുണ്ട്. പക്ഷെ നാളെ രാവിലെ എന്താ സംഭവിക്കാൻ പോകുന്നെന്നുള്ള വെളിപ്പാട് ആർക്കില്ല. വെളിപ്പാടില്ലാത്തവൻ ഉറങ്ങും, വെളിപ്പാടുള്ളവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അവൻ അറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. കുടുംബത്തിൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ എന്താണെന്നറിയത്തില്ല, ഒരു അസ്വസ്ഥത, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സ് പറയുക, ഒരു സ്വസ്ഥതയില്ല. ആരാ നിന്റെ അകത്ത് അസ്വസ്ഥത കേടുവരുത്തുന്നറിയാമോ? റിയലി ഹോളി സ്പിരിറ്റ്. റിയലി ഹോളി സ്പിരിറ്റ്. അത് ഉറങ്ങാനുള്ള ദിവസങ്ങളല്ല മാതാവേ. എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു, എന്തോ ചില അനർത്ഥങ്ങൾ തലമുറകളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിനൊരു വലിയ മുന്നമേ ഉള്ള അടയാളം ദൈവാത്മാവ് നിന്റെ അകത്ത് തരുമ്പോൾ നീ എഴുന്നേറ്റിരുന്ന് നിലവിളിച്ചാൽ നീക്കുപോക്കു തരാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ദൈവം നീക്കുപോക്കുകളുടെ ദൈവമാ, ദൈവ ഉദ്ധാരണങ്ങളുടെ ദൈവമാ. പക്ഷെ ഇവിടെ കർത്താവ് പ്രാർത്ഥിച്ചു. ഞാൻ അവസാനിപ്പിക്കാം, ഹോളി കമ്മ്യൂണിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച കർത്താവ് തിരിച്ചു വന്നൊരു കാര്യം പറയുന്നുണ്ട്, ഇനി ഉറങ്ങിക്കോ, നാഴിക വന്നു. The hour is near. You can sleep. ബട്ട് ഒരു മുന്നറിയിപ്പ് കൊടുത്തു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. Watch and pray that you may not be enter into the temptation. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ. എന്താ ഇവിടുത്തെ സത്യമെന്നറിയാമോ? പ്രാർത്ഥിച്ച യേശു കാൽവറി ക്രൂശിൽ ജയം കൊണ്ടാടി. ഉറങ്ങിയ പത്രോസ് ഇരുമ്പ് വാൾ ഊരിയെടുക്കേണ്ടി വന്നു. ആയുധം കയ്യിലെടുത്തു. വാളെടുത്തില്ലേലും ഗണ്ണെടുക്കേണ്ടി വരും. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ചാൽ ബൈബിള് കയ്യിൽ കാണും, ഇല്ലെങ്കിൽ ഗണ്ണെടുക്കേണ്ടി വരും. അതിനൊരവസരം നമ്മുടെ കൈകളിൽ ഉണ്ടാകരുത്. നീ ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. സാഹചര്യങ്ങൾ പിശാച് ഒരുക്കി കൊണ്ടുവരുമ്പോൾ അറിയാതെ നീ വാളൂരിപ്പോകും. ഇത് സംഭവിക്കാതിരിക്കാൻ ഇന്നലെ രാത്രി എത്രയോ പ്രാവശ്യം കർത്താവ് എന്ന് പറഞ്ഞു, പത്രോസേ പ്രാർത്ഥീര് പ്രാർത്ഥീര് പ്രാർത്ഥീര്. ചില അനർത്ഥങ്ങൾ, ചില വാളുകൾ, നിന്റെ ജഡത്തിന്റെ ആയുധങ്ങൾ വലിച്ചൂരാനുള്ള സാഹചര്യങ്ങൾ മുമ്പിലുണ്ട്. പത്രോസേ, നീ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തോറ്റുപോയില്ലേ? പ്രാർത്ഥിക്കാത്തവൻ പരാജയപ്പെടും, പ്രാർത്ഥിച്ചവൻ ജയം പ്രാപിച്ചു. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടാൻ കാരണം ഗത്സമനയിൽ പ്രാർത്ഥിച്ച് അതിനുള്ള ബലം ഏറ്റെടുക്കുകയാ, അതിനുള്ള ശക്തി ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ നമ്മുടെ ജീവിതത്തിൽ സ്തുതിയും പ്രാർത്ഥനയും, പ്രൈസ് ആൻഡ് പ്രയർ, അവസരം കിട്ടുമ്പോഴൊക്കെ സ്തുതിക്കാൻ തുടങ്ങുക. പ്രാർത്ഥിക്കാൻ അന്തരീക്ഷമില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കരുത്. അന്തരീക്ഷം ഒരിക്കലും കിട്ടത്തില്ല. സ്തുതിക്കുമ്പോൾ അന്തരീക്ഷം ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ ഒരിക്കലും അന്തരീക്ഷമില്ലെന്ന് വിചാരിച്ച് വീട്ടിനകത്ത് പ്രാർത്ഥിക്കാതിരിക്കരുത്. അല്പനേരം ഇരുന്ന് സ്തുതിച്ചാൽ മതി. കുറെ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് കഴിയുമ്പോൾ അറിയാത്ത അന്തരീക്ഷം നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഉണ്ടാകും. നമ്മൾ അറിയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. വാക്കുകൾ പരിശുദ്ധാത്മാവ് തരാൻ തുടങ്ങും. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ ദൈവം തരാൻ തുടങ്ങും. ഇതാണ് പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. ഒരിക്കൽ കൂടെ പറയട്ടെ, പ്രാർത്ഥനാ മുറി ദൈവഹിതത്തിനെതിരായിട്ടുള്ളൊരു മൽപ്പിടുത്തമല്ല, മറുതലിപ്പല്ല. പിന്നെയോ ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിധേയപ്പെടുകയായിരുന്നു. He was yielding himself to the will of God, not wrestling, not resisting, but really yielding. നമ്മുടെ ജീവിതത്തിൽ we do not know what is going to happen next. അടുത്ത നിമിഷം, അടുത്ത പകൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ എന്തിനേയും നേരിടുവാൻ സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ആയുധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുമ്പോൾ അവിടെ നമുക്ക് വിജയങ്ങളെ പ്രാപിച്ചെടുക്കാനായിട്ട് സാധിക്കും.